ചാലക്കുടി റെയിൽവേ അടിപ്പാതയിൽ നിർദ്ദേശങ്ങൾ അവഗണിച്ച് ഇറക്കിയ ലോറി വെള്ളത്തിൽ കുടുങ്ങി. ഇന്ന് രാവിലെ 7 മണിയോടെയാണ് സംഭവം. പാലക്കാട് സ്വദേശികൾ ഓടിച്ചിരുന്ന ലോറിയാണ് നിർദ്ദേശങ്ങൾ അവഗണിച്ച് അടിപ്പാതയിൽ ഇറക്കിയത്. വിവരങ്ങളുമായി ലിഷോയ് ചേരുന്നു. ലിഷോയ്, ജാഗ്രതാ നിർദ്ദേശങ്ങൾ എത്രയുണ്ടെങ്കിലും അത് കൃത്യമായി പാലിക്കണമെന്ന് ഞാൻ ഇപ്പൊ കൂടി പ്രേക്ഷകരോട് ആവർത്തിച്ചു പറഞ്ഞതേയുള്ളൂ. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഈ നിർദ്ദേശങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് ലോറി ഈ വെള്ളത്തിലേക്ക് ഇറങ്ങിയത്. ഇനി എന്താണ് തുടർ നടപടികൾ? എങ്ങനെ അവിടെ നിന്ന് കരകയറ്റാനാവുമായിരിക്കും? അധികൃതർ ആരെങ്കിലും ഒക്കെ എത്തിയിട്ടുണ്ടോ? അതായത് ഇന്ന് രാവിലെ 7 മണിയോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ചാലക്കുടി അടിപ്പാതയിൽ ശക്തമായ മഴ പെയ്യുന്ന സമയത്തെല്ലാം തന്നെ ചാലക്കുടി റെയിൽവേ അടിപ്പാതയിൽ വെള്ളക്കെട്ട് ശക്തമാകാറുണ്ട്. ആ വഴിയുള്ള ഗതാഗതം പൂർണ്ണമായും സ്തംഭിക്കാറുണ്ട്. പക്ഷേ ഇന്നും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ 2 ദിവസമായി ഈ മേഖലയിൽ ശക്തമായ മഴയുണ്ട്. ആ ഒരു സമയത്ത് ഇവിടെ ഈ വെള്ളക്കെട്ട് ശക്തമായിരുന്നു. ഈ സമയത്താണ് ആ ലോറി, പാലക്കാട് രജിസ്ട്രേഷൻ ലോറി അങ്ങോട്ടേക്ക് ആ ഭാഗത്തേക്ക് എത്തിയത്. ആ ഭാഗത്തേക്ക് എത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞിരുന്നത് ഈ വെള്ളത്തിലേക്ക് വെള്ളം മറികടന്നുകൊണ്ട് അപ്പുറത്തേക്ക് മറുവശത്തേക്ക് പോകാൻ കഴിയില്ല, അതുകൊണ്ട് ലോറി ഇവിടെ നിർത്തണം എന്ന ഒരു നിർദ്ദേശമാണ് അവിടെയുള്ള ആളുകൾ പറഞ്ഞത്. പക്ഷേ ഡ്രൈവർ ഒരു സാഹസികതയ്ക്ക് മുതിരുകയായിരുന്നു. ഈ ലോറിയുമായി മുന്നോട്ടേക്ക് പോവുകയും ചെയ്തു. ലോറി പാതി വഴിയിലെത്തിയപ്പോൾ ലോറിയുടെ പ്ലാറ്റ്ഫോമിൽ ഉൾപ്പെടെ വെള്ളം കയറിയ ഒരു അവസ്ഥയാണ് ഉണ്ടായത്. അതോടുകൂടി ലോറി ആ വെള്ളക്കെട്ടിനകത്ത് വെച്ച് ബ്രേക്ക് ഡൗൺ ആവുകയും ചെയ്തു. ഇനിയിപ്പോൾ അടുത്ത നടപടി എന്ന് പറയുന്നത് ആ വാഹനം അവിടെ നിന്ന് കെട്ടിവലിച്ച് മാറ്റി കൊണ്ടുപോവുക എന്നുള്ളത് മാത്രമാണ്. അതല്ലാതെ അവിടെ ഇട്ട് റിപ്പയർ ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ഇനി എന്തായാലും സാധിക്കുകയില്ല. എന്തായാലും നിർദ്ദേശങ്ങൾ അവഗണിച്ച് വെള്ളത്തിലിറക്കിയതാണ് ഇത്രയും വലിയൊരു ഈ വാഹനം കേടുപാട് എത്തുന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചത്. ശരി ലിഷോയ്.